എവിടെ കിട്ടിയോ? ഇതാണോ ചാകര? വാ, അങ്ങനെ ഞാൻ എന്റെ കഴിവ് തെളിയിച്ചിരിക്കുന്നു ഗൈസ്. ചിപ്പി ഹണ്ടിങ് ആണ് ഇവിടെ നടക്കുന്നത്. ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഞാൻ ഒരെണ്ണം കണ്ടിട്ട് ഗൈസ്. കൊള്ളാല്ലേ? നമ്മുടെ നാട്ടില് മറ്റേ അക്വേറിയത്തിനകത്തൊക്കെ ഇടാനായിട്ട് ഭയങ്കര പൈസ കൊടുത്ത് ഭയങ്കര സാധനം. ഇവിടെ ചുമ്മാ കടലില് ഒന്നും രണ്ടും അല്ലതാ ആയിരക്കണക്കിലിങ്ങനെ കിടക്കും. ഒരു യമണ്ടൻ ശംഖു 100 രൂപയാക്കാനെ. നാട്ടിൽ ആടിനെ കണ്ടിട്ടില്ല. ലക്ഷദ്വീപ് വന്നിട്ട് ആടിനെ കണ്ടിട്ട് ക്യൂട്ടാണ്. ഇവിടെ എന്റെ വീട്ടിൽ വന്നാൽ ഹായ് ക്യൂട്ട്. ലക്ഷദ്വീപിന്റെ സ്പെഷ്യൽ കൽമാസ്. നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. ഫൈനലി ഞാൻ എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ലക്ഷദ്വീപിൽ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ലക്ഷദ്വീപിൻ്റെ ഫസ്റ്റ് വ്ലോഗാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വോയിസ് ഓവർക്ക് കൊടുത്ത് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ ആ റഷിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മൾ വന്നത് ഫ്ലൈ 91 എന്ന് പറയുന്ന ഈ ഒരു ഫ്ലൈറ്റിലാണ്. ഗോവയിൽ നിന്നാണ് നമ്മൾ ഈ ഫ്ലൈറ്റ് എടുത്തിരുന്നത്. ഏകദേശം ഒരു 2500 ആണ് നമുക്ക് ഈ ഫ്ലൈറ്റിനായത്. ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മുടെ സ്ഥിരം കാത്തിരിപ്പാണ് ലഗേജിന് വേണ്ടിയിട്ട്. ഒരു 10-15 മിനിറ്റ് കാത്തിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് പ്രൊസീജിയർ ഒക്കെ ഉണ്ട്. നമുക്ക് ലക്ഷദ്വീപിലേക്ക് വരണമെങ്കിൽ നമ്മൾ പെർമിറ്റ് എടുക്കണം. അപ്പോൾ പെർമിറ്റ് നമ്മൾ ഇവിടുത്തെ പോലീസുകാരെയൊക്കെ സെക്യൂരിറ്റീനെയൊക്കെ കാണിച്ച് നമ്മൾ ഇവിടുന്ന് ആരാണ് സ്പോൺസർ ചെയ്യുന്നത് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് സൈനൊക്കെ വാങ്ങി നമ്മൾ ലഗേജൊക്കെ എടുത്തിട്ട് പുറത്തോട്ട് വന്നപ്പോഴേക്കും തന്നെ നമ്മുടെ പാക്കേജിന്റെ ആൾക്കാർ നമ്മളെ പിക്കപ്പ് ചെയ്യാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. എയർപോർട്ടൊക്കെ ഭയങ്കര ചെറുതാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ എൻ്റെ മനസ്സിൽ ട്രിവാൻഡ്രം എയർപോർട്ട് ആയിരുന്നു ഏറ്റവും ചെറിയ എയർപോർട്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ട്രിവാൻഡ്രം എയർപോർട്ടിനെക്കാട്ടിയൊക്കെ ഒരുപാട് ചെറുതാണ്. അതുപോലെ അധികം തിരക്കും, ശരിക്കും ഒരു എയർപോർട്ട് വൈബ് നമുക്ക് ഫീൽ ചെയ്യില്ല. അങ്ങനത്തെ ഒരു എയർപോർട്ടാണ് ഇവിടെ. പിന്നെ ഈ എയർപോർട്ടിൽ നിന്ന് നമ്മൾ നേരെ നമ്മുടെ റൂമിലോട്ടാണ് പോകുന്നത്. ഏകദേശം ഒരു 3-4 കിലോമീറ്റർ അത്രയൊക്കെ ഉള്ളൂ. അത് മൊത്തത്തിൽ തന്നെ നമ്മൾ ഇറങ്ങിയത് അഗത്തി ഐലൻഡിലാണ്. അപ്പോൾ മൊത്തത്തിൽ തന്നെ അഗത്തി ഐലൻഡ് എന്ന് പറയുന്ന ഒരു 8 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ അതിലൊരു 3 കിലോമീറ്റർ പോകുമ്പോൾ നമുക്ക് നമ്മുടെ റൂം എത്തും. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് 2 സൈഡും കടൽ കാണാം. കടലിൻ്റെ നടുക്കൂടി ചെറിയൊരു റോഡ്. അങ്ങനെയാണ് നമ്മൾ റൂമിലോട്ട് പോകുന്നത്. പിന്നെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിയുമ്പം തന്നെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ ആൽക്കഹോളൊന്നും അലോഡ് അല്ല, ഡ്രൈ ലാൻഡാണ്. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ആൽക്കഹോളൊക്കെ കൊണ്ടുവരുന്നു ഉള്ളിൽ നിന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യാനായിട്ട് കുറച്ച് പോലീസുകാരൊക്കെ ഉണ്ടാവും. എൻ്റെ മനസ്സിലെ ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. ആ ഹൈപ്പിന് ഒരു കുറവ് ഉണ്ടായിരുന്നില്ല. പോകുന്ന വഴി ത്രൂ ഔട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിക്കൊണ്ടിരുന്നു. കാര്യം 2 സൈഡ് കടൽ, ചെറിയൊരു റോഡിൽ കൂടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അത് ഭയങ്കര നൈസ് വൈബ് തന്നെയായിരുന്നു. കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ റൂം എത്തി. അപ്പം നമ്മുടെ റൂമിൻ്റെ അവിടെ വരെ കാറ് പോവാത്തതുകൊണ്ട് ഞങ്ങൾ കാറ് റോഡിൽ നിർത്തിയിട്ട് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. അപ്പം നമ്മളിവിടെ ഒരു ഹോം സ്റ്റേ ആണ് എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ റൂം. അത്യാവശ്യം നല്ല നീറ്റായിട്ട് 2 പേർക്കൊക്കെ നല്ലപോലെ നിൽക്കാൻ പറ്റിയ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമായിരുന്നു. AC ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ലക്ഷദ്വീപ് എത്തിയിരിക്കുകയാണ്. വെൽക്കം ജ്യൂസ് കുടിച്ചതിൻ്റെ മാത്രം നമ്മൾ പോയി കുളിച്ച് റെഡിയായിട്ടൊക്കെ വരാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിശക്കണം. ഇടിയപ്പം. ഇത് ഇടിയപ്പാണോ വീശപ്പാണോ? ഇടിയപ്പം. ഗ്രീൻ പീസ്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അപ്പോഴത്തന്നെ വെളിയിലോട്ട് ഇറങ്ങി. നമ്മളോട് അവർ പറഞ്ഞു നിങ്ങൾ ടയർഡായിട്ട് വന്നതല്ലേ, നമുക്ക് ഉച്ച കഴിഞ്ഞ് ഈവനിങ് ഒക്കെ ആകുമ്പോൾ ഇറങ്ങിയാൽ മതി, വെയിലായിരിക്കുന്നു. പക്ഷെ അത്രയും നേരം ക്ഷമിച്ചിരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളപ്പം തന്നെ പുറത്തോട്ട് ഇറങ്ങി. നാട്ടിൽ ആടിനെ കണ്ടിട്ടില്ല. ലക്ഷദ്വീപ് വന്നിട്ട് ആടിനെ കണ്ടിട്ട് ക്യൂട്ടാണ്. ഇവിടെ എൻ്റെ വീട്ടിൽ വന്നാൽ കാണിച്ചു. ഹായ് ക്യൂട്ട്. ഒരു മുട്ടനാട്. ഇതിപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേയിൻ്റെ തന്നെ ഫ്രണ്ടിലുള്ള ബീച്ചിലോട്ടൊന്ന് ഇറങ്ങിയതാണ്. ഇവിടുത്തെ സ്ഥലങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു സിനിമാറ്റിക് എഫക്റ്റാണ് കേട്ടോ. നമ്മൾ ശരിക്കും കണ്ണുകൊണ്ട് കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഫിൽറ്റർ ഇട്ട പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ ഇവിടുത്തെ കടൽ ഭയങ്കര ഒരു ബ്ലൂയിഷ് ആയിട്ടുള്ള കടലാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇച്ചിരി നേരം റൂമിൽ ഒന്നിരുന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ എങ്ങും പോയില്ല. നമ്മുടെ റൂമിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ബീച്ചിലോട്ട് വന്നതാണ്. അതിൽ ഞാൻ ഈ ബീച്ച് കാണിച്ചത്. കറക്റ്റ് നമ്മുടെ
അത് നമ്മൾ ഫോട്ടോയിൽ കാണാൻ പറയില്ല, കറക്റ്റ് ആ ഒരു ബ്ലൂ ബീച്ച്. ഇതൊരു സൈറ്റ് സീയിങ് സ്പോട്ടേ അല്ല, നമ്മുടെ റൂമിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ബീച്ചാണ്. ഇത് തന്നെ അടിപൊളി. ചെറിയ മഴ പെയ്യുന്നുണ്ട്. മഴ ഭയങ്കരമായിട്ട് കൂട്ടാണെങ്കിൽ ഞങ്ങൾ തിരിച്ചു പോകും, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ നേരം കളിക്കും. ഇവിടെ നിന്ന് തിരിച്ച് പോകാനേ തോന്നുന്നില്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. കൊള്ളാല്ലേ അത്. ഇവിടെ നിറച്ച്, ഇവിടെ തറയിൽ കാണിച്ച് നിറച്ചും ചിപ്പികളാ. അതും ഡിഫറെന്റ് ഷേപ്പ്. ഇതൊക്കെ നോക്ക് ഇതെന്തോ കളർ. ഇത് നോക്ക്, ഇത് എന്തോ ഈ കളർക്ക് നോക്ക്. ഈ കളർ നോക്ക്, ഈ കളർ നോക്ക്. നമ്മളിവിടുന്ന് ചിപ്പി കടത്തിക്കൊണ്ട് പോവാണ്. ഇത് നോക്ക്, കാണിക്കാൻ കഴിവ് എടുക്കാം. അയ്യോ കൊള്ളാല്ലേ. നമ്മുടെ നാട്ടില് മറ്റേ അക്വേറിയത്തിനകത്തൊക്കെ ഇടാനായിട്ട് ഭയങ്കര പൈസ കൊടുത്ത് ഭയങ്കര സാധനം. ഇവിടെ ചുമ്മാ കടലിൽ 1 2 അല്ലതാ 1000 കണക്കിന് ഇങ്ങനെ കിടക്കുന്നു. നമ്മുടെ നാട്ടില് മറ്റേ അക്വേറിയത്തിനകത്തൊക്കെ ഇടാനായിട്ട് ഭയങ്കര പൈസ കൊടുത്ത് ഭയങ്കര സാധനം. ഇവിടെ ചുമ്മാ കടലിൽ 1 2 അല്ലതാ 1000 കണക്കിന് ഇങ്ങനെ കിടക്കുന്നു. ഇത് കടത്തിക്കൊണ്ട് പോവാമോ? പിടിക്കോ? അതറിയില്ലോ. നൈസ് അല്ലേ അത്. എന്നാ പിന്നെ ഞാൻ പോയിട്ട് എൻ്റെ ലഗേജ് എടുത്തോണ്ട് ഇങ്ങ് വരാം. അത് പറക്കാം അവിടെ നിന്ന്. എന്ത് രസമല്ലേ. ചിപ്പി ഹണ്ടിങ് ആണ് ഇവിടെ നടക്കുന്നത്. ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഞാൻ ഒരെണ്ണം കണ്ടുപിടിച്ചത് ഇത്. ഭയങ്കര സാധനം. ഇതും കാണാം. ഇത് എല്ലാ അടിപൊളി തന്നെ. ഞാനാണിത് കണ്ടുപിടിച്ചത്. ഇത് ഈ ഒരു ഭയങ്കര വെറൈറ്റി നോക്ക്. ഇതുപോലത്തെ മഴ പെയ്യുന്നുണ്ട്. ഇതുപോലത്തെ വെറൈറ്റി ചിപ്പികൾ കണ്ടുപിടിക്കുന്നവർക്ക് സമ്മാനം. ഓക്കെ, നമ്മള് രണ്ടുപേരും മാത്രമല്ലോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനിക്കാം. ഇനി കുറച്ച് എസ്തെറ്റിക് നടത്തമാവാം. പക്ഷെ കിടക്കുന്ന സാധനം കാലിൽ ഒരു കുപ്പി ആരോ നമ്മളെപ്പോലെ ആരോ കൊണ്ടുപോകാൻ കളക്ട് ചെയ്തിട്ട് കളഞ്ഞിട്ട് പോയതാണെന്ന് തോന്നുന്നു. കാണിക്കകത്ത് നമുക്ക് വേണ്ടല്ലോ, കാണാൻ പറ്റുന്നില്ല. ഇത് നോക്ക്, ഇത് നൈസല്ലേ. ആരോ നമ്മളെ പോലെ കളക്ട് ചെയ്തിട്ട് അവര് ഇവിടെ ഇട്ടിട്ട് പോകും. ഇത് രണ്ടും എടുക്കല്ലേ നമുക്ക്? നൈസല്ലേ. ഈശ്വര, തിരിച്ചു പോകുമ്പോ ലഗേജിന്റെ വെയിറ്റ് ഇരട്ടിയാവുന്നാണ് തോന്നുന്നത്. ഇത് രണ്ടും എടുക്കല്ലേ? ഇത് വേണോ? അത് കൊള്ളാം. പക്ഷെ ഇതാ അത് വേണ്ട. ഓ, അത് അടിപൊളി. നമുക്കൊന്ന് കഴിവെടുക്കാം. വാ, എവിടെ നിന്ന് കഴിവാണ്. നമ്മളെ ഇവിടുത്തെ പോലീസ് പിടിച്ചു വെക്കും. ശരിക്കും എടുത്തോണ്ട് പോവാൻ സത്യമായിട്ടും ഗൈസ്, നമ്മൾ ഐലൻഡിലാണ് നിക്കണല്ലേ. എനിക്ക് സത്യമായിട്ട് വിശ്വസിക്കാൻ വയ്യ. അതിന് ഈ ഒരു ട്രിപ്പ് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് സംഭവം. നമ്മൾ 2-3 മാസം കൊണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ട്രിപ്പിന്റെ കാര്യം. പക്ഷെ സത്യം പറഞ്ഞാൽ നടക്കൂന്ന് ഉറപ്പില്ലായിരുന്നു. ഞങ്ങൾ PCC ഒക്കെ നേരത്തെ എടുത്തു വെച്ചു. എന്നാലും ഞങ്ങൾക്ക് മനസ്സിൽ ചിലപ്പോൾ നടക്കൂലായിരിക്കും എന്നൊക്കെയുള്ളൂ. പക്ഷെ പെട്ടെന്ന് വന്നിട്ടാണ് നമ്മൾ ഒരു 1 വീക്ക് ഗ്യാപ്പിനുള്ളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു എല്ലാം സെറ്റാക്കിയിട്ടാണ് നമ്മളിവിടെ നിൽക്കണം. എനിക്ക് വിശ്വസിക്കാൻ വയ്യ ഗൈസ്, വിശ്വസിക്കാൻ വയ്യ. ആൻഡ് ലക്ഷദ്വീപ് എൻ്റെ 1 ഓഫ് മൈ ബക്കറ്റ് ലിസ്റ്റ് പ്ലേസ് ആയിരുന്നു. എനിക്ക് കൂടുതലും ബീച്ച് സ്ഥലങ്ങളോടാണ് ഇഷ്ടം. ഞാൻ മൗണ്ടൈൻ, ബട്ട് ലക്ഷദ്വീപ് ഇവിടെ മൗണ്ടൈൻ്റെ ആളാണ്, ഞാൻ ബീച്ചിലാണ്. അപ്പോൾ എനിക്കിങ്ങനെ ബാലി, തായ്ലൻഡ് എനിക്ക് പോകണം. ലൈക്ക് എന്നാലും ബാലി, മെയിൻ ലക്ഷദ്വീപ് എൻ്റെ ഭയങ്കര ഒരു ഡ്രീമായിരുന്നു. പോവല്ലേ എന്ന് സോ ഹാപ്പി ഗൈസ്. സത്യം പറയാല്ലേ, പറയാതിരിക്കാൻ വയ്യ എനിക്ക്. നിങ്ങൾ ലക്ഷദ്വീപ് ലൈഫിൽ ഒരു തവണയെങ്കിലും വരണം ഗൈസ്. പിന്നെ ഇവിടെ കുറച്ച് പ്രൊസീജിയർ ഒക്കെ ഉണ്ട്, അതിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ നിങ്ങൾ പെട്ടെന്ന് നമുക്ക് എല്ലാ സ്ഥലത്തും പോകുമ്പോൾ നമുക്ക് നടക്കാൻ പറ്റാം. നല്ല മഴയുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ തറയിലോട്ട് നോക്കണില്ല. എനിക്ക് തറയിലോട്ട് നോക്കി എന്തെങ്കിലുമൊക്കെ എടുക്കാനുള്ള ടെൻഡൻസി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തറയിലോട്ട് നോക്കാൻ നടക്കുന്നത് എനിക്ക് നല്ലത്. അത് നോക്കുക നിങ്ങൾ തറയിലൊക്കെ ടോം ആൻഡ് ജെറിയിലെ അല്ലെങ്കിൽ പ്രശ്നം.
ഇത് നമ്മള് ഇതൊക്കെ ഇങ്ങനെ കടലിൽ നിന്ന് വന്ന് വീണയാണ്, ആരും ഉണ്ടാക്കിക്കൊണ്ടിരുന്നാലോ ശരിക്കും വിശ്വസിക്കാൻ. നമ്മുടെ നാട്ടിൽ നമ്മള് പൈസ ഒക്കെ കൊടുത്ത് മേടിച്ച് വെക്കൂലേ ഫിഷ് ടാങ്കില്, അതാ. ഞാൻ ഇവിടെ ഇതൊക്കെ കടത്തിക്കൊണ്ടുപോയി നാട്ടിലൊരു ഇങ്ങനെ എന്തെങ്കിലും പറയും ഇതിനെ ബിസിനസ് തുടങ്ങാൻ പോണു. ഇതിന്റെ മിക്കവാറും ഇതൊക്കെ പറക്കിക്കൊണ്ട് റൂമിൽ ചെല്ലുമ്പം ഞങ്ങളുടെ അൻസർ ബ്രോ പറയും, ഞങ്ങളുടെ പാക്കേജിന്റെ ബ്രോ പറയും, ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല മോളെ, ഇതൊക്കെ എടുത്തിട്ട് തിരിച്ച് കൊണ്ടിട്ടോ എന്ന് പറയുമായിരിക്കും. എനിക്ക് അറിഞ്ഞൂടെ, ഇത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാനിവിടെ നിന്ന് എന്തായാലും കുറച്ചധികം കടത്തും. ലൈക്ക് മെമ്മറീസ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണാൻ കിട്ടും. നമുക്ക് മെയിനായിട്ട് സൈറ്റ് സീയിങ് ആണ്, അതും ഈവനിങ്ങേ ഉള്ളൂ. നമ്മൾ രാവിലെ എത്തിയിട്ട് നമ്മളത്തോറും നിങ്ങൾ ഉച്ചവരെ റെസ്റ്റ് എടുത്തു, ഉച്ച കഴിയുമ്പോഴേക്കും അവർ വന്നിട്ട് നമ്മളെ കൊണ്ടുപോകും. പക്ഷെ നമുക്ക് ബൈക്ക് കിട്ടും കേട്ടോ. ബൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴേ ഇറങ്ങാമായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്ക് വണ്ടി ഓടിക്കാൻ പേടിയായതുകൊണ്ട് അവർ വന്നിട്ട് അവർ നമ്മളെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. കളറ് അത് നൈസ്, വെറൈറ്റി ആയിട്ടുണ്ട്. ഒരു യമണ്ടൻ ശംഖ്. ഇത്രയും നേരം ഞങ്ങള് അവിടെ കളിച്ചിട്ട് കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ടോ കണ്ടോ. ഇതൊന്നും അല്ല, ഈ ബാഗും അല്ല, ഈ ഒരു ചാക്ക് കൊണ്ടുവന്നാലും അത്രയും സാധനങ്ങളുണ്ട്. പിന്നെ അതിൽ ഞങ്ങൾ ഭയങ്കര വെറൈറ്റി ആയിട്ട് കണ്ട കുറച്ച് സാധനങ്ങളാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത്. കൊണ്ടുപോവായിരിക്കും അല്ലേ? പിന്നെ ഇതിന് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ എപ്പോഴും ഇങ്ങനെ പോലീസുകാർ ഇങ്ങനെ, നമ്മുടെ അവിടെ എന്താ പറയുക, ഇവിടെ എപ്പോഴും പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും പോലീസുകാരാണ്, ഇങ്ങനെ ഫുൾ പോലീസുകാരാണ്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ പോലത്തെ പോലീസ് നല്ല ചില്ല് പോലീസുകാരാണ്, ഭയങ്കര ചില്ല് പോലീസുകാർ, നല്ല ഫ്രണ്ട്ലി ആയിട്ട് അവരിങ്ങനെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതൊരു മെയിൻ റോഡാണ്, നമുക്ക് ഇങ്ങനെ കറങ്ങി, ഇതൊരു മെയിൻ റോഡാണ്. ഈ സൈഡിൽ ഫുള്ള് വീട്, ഈ സൈഡ് ഫുള്ള് ആ സൈഡ് കടൽ, ഈ സൈഡ് ഫുള്ള് കടൽ, ആ സൈഡ് ഫുള്ള് വീട്. അവിടെ കൊള്ളാല്ലേ. അപ്പോൾ നമുക്ക് റൂമിൽ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് ലഞ്ചും കഴിച്ച് ഈ ഡ്രസ്സ് എന്തായാലും നനഞ്ഞു, ഈ ഡ്രസ്സ് മാറ്റിയിട്ട് വേണം സൈറ്റ് സീയിങ്ങിന് ഇറങ്ങാനായിട്ട്. അപ്പോൾ നമ്മളെ കൊണ്ടുപോകാനായിട്ട് വണ്ടി വരും. നമുക്ക് ശരിക്കും ഈ പാക്കേജിൽ നമുക്ക് അവർ ബൈക്ക് തന്നിട്ട് നമുക്ക് ബൈക്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട് പോവാം. സ്വന്തമായിട്ടൊരു ബൈക്ക് ഓടിക്കാൻ കുറച്ച് പേടിയായുള്ള ആൾക്കാരായതുകൊണ്ട്, പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോയാൽ മതി. അപ്പോൾ അവർ വരും. ഇപ്പോൾ പോയിട്ട് ലഞ്ച് കഴിക്കും. അപ്പോൾ നമ്മൾ പോയിട്ട് നല്ല അടിപൊളി ഹോംലി ചൂട് ബിരിയാണി കഴിച്ചിട്ട് ബാക്കി പിന്നെ. അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മുടെ പാക്കേജിൻ്റെ ബ്രോ, അൻസർ എന്നാണ് പേര്, അൻസർ ബ്രോയും പിന്നെ നമുക്കൊരു ഗൈഡും കൂടെ ഉണ്ടായിരുന്നു, അൻവറും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ 2 പേരെയും കൂടെ ഞങ്ങൾ 2 സ്കൂട്ടിയിലായിട്ടാണ് സൈറ്റ് സീയിങ് കാണാനായിട്ട് ഇറങ്ങിയത്. ഏറ്റവും ആദ്യം നമ്മൾ പോയത് വെസ്റ്റേൺ ജെട്ടിയിലോട്ടാണ്. അപ്പോൾ ഇതാണ് വെസ്റ്റേൺ ജെട്ടി. ആക്ച്വലി നമ്മൾ ആ കാണുന്ന സീൻ്റെ അത്രയും കളർ ഈ ഫോണിൽ നമുക്ക് കിട്ടാനില്ല. ഇതിനേക്കാളൊക്കെ ഭയങ്കര ഒരു ബ്ലൂയിഷ് ആയിട്ടാണ് കാണുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ, അത്രയും വൈഡായിട്ട് നമ്മൾ അങ്ങനെ കാണുമ്പോൾ. ഇവിടെ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് സ്പോട്ടിനെ പറ്റിയിട്ട്, പക്ഷെ അവിടെ അത്രയ്ക്കും കാറ്റായതുകൊണ്ട് വെറും കാറ്റ് മാത്രമേ വരുന്നുണ്ടായിരുന്നുള്ളൂ. മൈക്കും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ റൂമിൽ പോയിട്ട് ഷോർട്സ് നോക്കിയപ്പോഴാണ് ഒട്ടും തന്നെ സൗണ്ട് ഇല്ലയെന്ന് മനസ്സിലായത്. അപ്പോൾ ഈ വെസ്റ്റേൺ ജെട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ അഗത്തി ഐലൻഡിലേക്കുള്ള ഒട്ടുമിക്ക എല്ലാ ബോട്ട്സും എടുക്കുന്നതും വരുന്നതും ഒക്കെ ഈ ഒരു ജെട്ടിയിലോട്ടാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ആൾക്കാർക്ക് മറ്റ് ഐലൻഡിലോട്ടൊക്കെ പോകാൻ പറ്റുന്നതും മറ്റ് ഐലൻഡിൽ നിന്നുള്ള ബോട്ട്സൊക്കെ വരുന്നതും ഇവിടെ തന്നെയാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നൊരു ദിവസം തന്നെ നമുക്ക് കുറേ സ്പോട്ട്സ് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ പോകുന്നത് ഇവിടുത്തെ മെയിനായിട്ടുള്ള അന്താം ബീച്ചിലോട്ടാണ്. ഇത് നമ്മൾ പോകുന്ന മെയിൻ റോഡാണ്. ഇത് ശരിക്കും ഇവിടുത്തെ ഉൾ റോഡൊന്നും അല്ല കേട്ടോ, ഇത് ഇവിടുത്തെ ശരിക്കുള്ള മെയിൻ റോഡാണ്. ഇവിടെ ആകെ പോകാനും വരാനും വെച്ച് മെയിനായിട്ട് ഒറ്റ റോഡാണുള്ളത്. ഇവിടെ സെക്കൻഡ് സ്പോട്ടിലായിട്ട് എത്തിയിരിക്കുകയാണ്. ഇതാണ് അന്താം ബീച്ച്. ഈ ഒരു സ്പോട്ട് നമ്മൾ ലക്ഷദ്വീപിൻ്റെ ഒട്ടുമിക്ക എല്ലാ വീഡിയോസ് റീൽസൊക്കെ എടുത്താലും കാണുന്നുണ്ട്. ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു ഊഞ്ഞാലൂടി ഉണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസം മുന്നേ അത് പൊട്ടിയിട്ട് അത് ശരിയാക്കാൻ ഇരിക്കുവാണെന്ന് പറയുന്നുണ്ടായി. അപ്പോൾ അത് നമുക്ക് മിസ്സായി.
അവിടെ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തിട്ട് ഇനി നമ്മൾ നമ്മുടെ അടുത്ത സ്പോട്ടിലോട്ടാണ് പോകുന്നത്. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ പ്രീമിയം റിസോർട്ടാണ്. ബീച്ച് സൈഡിലുള്ള ഹോം സ്റ്റേ മാത്രമല്ല, ഇവിടെ പ്രീമിയം ആയിട്ടുള്ള റിസോർട്ടുണ്ട്. അത് കമ്പാരിറ്റീവ്ലി ബഡ്ജറ്റ് കൂടുതലായിരിക്കും. നല്ല സ്മെല്ലും ഉണ്ട്. കണ്ടോ, നമ്മൾ നടന്നു പോകുമ്പോ ഇങ്ങനെ, ഇത് നമ്മുടെ നാട്ടിൽ 800 രൂപയാണ്. ഏതാ അമൂരി അല്ലേ? അമ്പൂരി. നമുക്ക് അവിടെ പോയിട്ട് ലൈവായിട്ട് മീൻ പിടിക്കാം. അതിന് കളഞ്ഞാ എനിക്ക് മീൻ പിടിക്കണം. വാ ചോദിക്കാം, നമുക്ക് ചോദിക്കാം. വേണ്ടതിനോട് ഞാൻ ഓടിച്ചു. നോക്കട്ടെ. വെല്ലുന്ന ഡമ്മി അറിയോ? കുറച്ചേരം ഇടണ്ടേ, വെക്കണ്ടേ? കേറണോ നോക്കാം. നല്ല മനസ്സിലായില്ല. പയ്യെ അങ്ങനെ കുറച്ച് കുടുങ്ങിയാ. എവിടെ കിട്ടിയോ? ഇതാണോ ചാകര? ഒരു സ്ഥലത്ത് നിർത്താവില്ല. വാ വാ വാ. കിട്ടി ഗായ്സ്, കിട്ടി. വാ, അങ്ങനെ ഞാൻ എന്റെ കഴിവ് തെളിയിച്ചിരിക്കുന്നു ഗായ്സ്. കിട്ടി 100 രൂപയാക്കാനെ. അപ്പൊ നമ്മൾ ഇവിടത്തെ ഒരു ചെറിയൊരു ഷോപ്പിംഗ് സ്പോട്ടിലാണ് നിൽക്കണേ. ഷോപ്പിംഗ് സ്പോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ ഒന്നുമല്ല. ലക്ഷദ്വീപിൽ വളരെ കുറച്ച് സാധനങ്ങളെ നമുക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ തന്നെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചിപ്പിയൊക്കെ വെച്ചിട്ടുണ്ടാകുന്ന കുറച്ച് മാല, കമ്മല്, ബ്രേസ്ലെറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്ന് കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഹാൻഡ് മെയ്ഡാണ് കേട്ടോ എല്ലാം. അപ്പൊ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിച്ചു. ഇത് ഇവിടുത്തെ കുഞ്ഞു പിള്ളേർ കളിക്കുന്നതാണ്. നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വീട്ടിൻ്റെ മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ വീട്ടുകാർ അടിച്ചകത്ത് കയറ്റും. പക്ഷെ ഇവിടെ ആണെങ്കിൽ ഇവർ ആ മരത്തിലും അതിൻ്റെ മേലെയൊക്കെ വലിഞ്ഞു കയറുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ നെറ്റ്വർക്കും ഈ ടെലിവിഷൻ അതൊന്നും ഇവിടെ ഇപ്പോഴും വലിയ എക്സ്പോസ്ഡ് അല്ല. അപ്പം ഇവിടുത്തെ കുഞ്ഞു പിള്ളേർക്ക് അവരുടെ ഈവനിങ്സും അവരുടെ ഒരു ഗെയിം ആക്ടിവിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ. പിന്നെ നമ്മളൊരു ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും ബ്ലൂ ലഗൂൺ ബീച്ച് പോയിട്ട് അതിൻ്റെ അടുത്തുള്ള ഒരു കഫേയിൽ ചായ കുടിക്കാനായിട്ട് വന്നു. പിന്നെ ഇവിടെ ആണെങ്കിൽ നമ്മളെ നാട്ടിലെ പോലെയല്ല, ചായക്കടയിൽ നമുക്കൊരു പ്ലേറ്റിൽ കുറേ കടികൾ ഇങ്ങനെ കൊണ്ട് വെക്കും. അതിൽ ആവശ്യമുള്ളത് കഴിച്ചിട്ട് ബാക്കി നമുക്ക് അവിടെ വെക്കാം. അപ്പം നമ്മൾ കഴിച്ചതിൻ്റെ കാശ് മാത്രം കൊടുത്താൽ മതി. നമ്മുടെ നാട്ടിലെ പോലെ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് പോയി വാങ്ങി കഴിക്കുന്ന അങ്ങനത്തെ ഒരു രീതിയല്ല ഇവിടെ. ലക്ഷദ്വീപിന്റെ സ്പെഷ്യൽ കൽമാസ്. നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. നമ്മളിവിടെ ഏകദേശം 6 മണിക്ക് വന്നതല്ലേ. ഇപ്പൊ സമയം എത്രയായി? സമയം 8:45. ഇത്രയും നേരം നമ്മൾ ആ ചായ കുടിച്ച് അവിടെ കാര്യം പറഞ്ഞിരുന്നു. ഞങ്ങൾ ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് റെഡി ആവുന്നുണ്ട്. അതും കൂടെ കഴിച്ചിട്ട് വേണം പോവാൻ. Happy birthday. Fish cake. അങ്ങനെ ഈവനിങ് ചായ കുടിക്കാൻ വന്ന് ഞങ്ങൾ നൈറ്റ് ഗ്രില്ലടിച്ച് ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് റൂമിൽ പോയത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. പാർട്ട് 2 ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.